ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. അപ്പം പൊതുവിൽ നമ്മൾ പലപ്പോഴും മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം ഇത്തവണ ചൈന തായ്വാൻ വിഷയത്തിൽ നിന്ന് തുടങ്ങാം. കാരണം അമേരിക്ക ചൈന സന്ദർശനം പൂർത്തിയാക്കിയിട്ട് ട്രംപ് ഒരു കുറിപ്പ് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. ആ കുറിപ്പിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വൺ ചൈന പോളിസിയെ ഇൻഡയറക്റ്റായിട്ട് അനുകൂലിക്കുന്ന തരത്തിൽ, എന്ത് ഇൻഡയറക്റ്റ്, ഡയറക്റ്റായിട്ട് വൺ ചൈന പോളിസിയെ അംഗീകരിക്കുന്ന രീതിയിലാണ് ട്രംപ് പ്രസ്താവനയിൽ പറഞ്ഞത്. ഇത് ശരിക്കും തായ്വാനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. തായ്വാൻ വളരെ ശക്തമായ രീതിയിൽ അതിനെ ഒപ്പോസ് ചെയ്ത് രംഗത്തെത്തിയിട്ടുണ്ട്. ഞങ്ങളൊരു സെപ്പറേറ്റ് രാജ്യമാണ്, ഞങ്ങൾ ഒരു ഇൻഡിപെൻഡൻറ്റ് രാജ്യമാണ് എന്നുള്ള തരത്തിൽ ചൈനയ്ക്കെതിരെയും അതേപോലെ അമേരിക്കയുടെ നിലപാടുകൾക്കെതിരെയും ശക്തമായി ആഞ്ഞടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അമേരിക്ക എങ്ങനെയാണ് ഈ വിഷയത്തിനെ ഡീൽ ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. പക്ഷേ നിലവിൽ ഇതാണ് സിറ്റുവേഷൻ. പിന്നെ ഈ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക നടപ്പിലാക്കിയിരിക്കുന്ന 36 MOUകൾ, സൈൻ ചെയ്തിരിക്കുന്ന എഗ്രിമെൻറ്റുകൾ, പ്രാഥമിക എഗ്രിമെൻറ്റുകൾ, ഇതെല്ലാം തന്നെ ഉഡായിപ്പാണെന്നുള്ളതാണ് ഇപ്പം മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് 2-3 വിഷയങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് അറബ് നാറ്റോ അല്ലെങ്കിൽ ഇസ്ലാമിക് നാറ്റോ, അതുമായിട്ട് ബന്ധപ്പെട്ട് ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഈ ഇസ്ലാമിക് നാറ്റോയും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ അമേരിക്ക ഒപ്പുവെച്ച MOUകളെല്ലാം പൊളിയും എന്ന് പറയാനുള്ള പ്രധാനമായിട്ടുള്ള 2 കാര്യങ്ങൾ, ചൈനയിൽ നിന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ മോക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ ഫേമസ് ആയിട്ട് ചൈനയിൽ ഒട്ടാകെ ആഘോഷിക്കപ്പെടുന്നുണ്ട്. ആ കാർട്ടൂൺ ഇമേജാണ് ഇത്. ട്രംപ് എന്ന് പറഞ്ഞ ഒരു ബലൂണിനെ ഷീ ജിങ് പിങ് സൂചി വെച്ച് ഇങ്ങനെ കുത്തി പൊട്ടിക്കുന്നത് പോലെ, പൊട്ടിച്ച് കഴിഞ്ഞു, ഇല്ലാതെ പൊട്ടിക്കാൻ പോകുന്നു എന്നുള്ള തരത്തിൽ വെച്ചിരിക്കുന്ന ഒരു ഇമേജ് കണ്ടല്ലോ. ഇതാണ് ഇന്നലെ ചൈനയിൽ ഒട്ടാകെ വളരെ പോപ്പുലറായിട്ട്, ചൈനയിൽ മാത്രമല്ല കേട്ടോ, ട്വിറ്ററിൽ മൊത്തം വളരെ പോപ്പുലറായിട്ട് ഷെയർ ചെയ്യപ്പെട്ട ഒരു ഇമേജാണ് ഞാനിവിടെ കാണിക്കുന്നത്. ട്രംപിന് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില സമയത്ത് ചില രാജാക്കൾ ഇങ്ങനെയാണ്, അവർക്ക് ഇങ്ങനത്തെ ചില ബുദ്ധിമോശങ്ങളൊക്കെ തോന്നും. ആ സമയത്ത് അവർ ഇരിക്കുന്ന നില മറന്നുകൊണ്ട്, അവരിയ്ക്കുന്ന പൊസിഷൻ മറന്നുകൊണ്ട് അവർ പല കാര്യങ്ങളിലേക്കും ഏർപ്പെടും. അങ്ങനെ ട്രംപ് കാണിച്ചൊരു വ്യത്യസ്തമായ ഏർപ്പാടാണ് ചൈന സന്ദർശനം. അത് അടപടലം പൊളിഞ്ഞിരിക്കുകയാണ്. എത്ര കോടി രൂപയുടെ ചിലവാണെന്ന് നോക്ക്. എയർഫോഴ്സ് 1 കൊണ്ട് ഇറക്കണം, റെഡ് കാർപ്പറ്റ് വിരിച്ച് എത്രയോ ആൾക്കാരെ ആലങ്കാരികമായിട്ട് കൊണ്ടുവന്ന് അവിടെ നിർത്തി. നമ്മൾ തൃശ്ശൂർ പൂരത്തിന് ആനയെ കൊണ്ടുവന്ന് എഴുന്നള്ളിക്കുന്നത് പോലെ 16 ബില്യണിയേഴ്സ് അവരുടെ വിലപ്പെട്ട സമയങ്ങളെല്ലാം കളഞ്ഞ് എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരെ കൊണ്ട് ചൈനയിൽ സ്റ്റാച്ചു ആക്കി നിർത്തിയിട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. പേരിന് വേണ്ടിയിട്ട് ഒരു 36 എഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്ത് ഒപ്പ് വാങ്ങിച്ചിരിക്കുകയാണ്. എന്ത് കാര്യം, എന്ത് നേടി? വട്ടപൂജ്യമായിട്ട് മാറുകയാണ് ട്രംപ്. ഇറാനാണെന്നുണ്ടെങ്കിൽ തുടരെ അമേരിക്കയെ തേയിച്ചൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല ഇത്. ഇത് പ്രധാനമായിട്ടും ട്രംപ് എന്ന് പറഞ്ഞ നട്ടലില്ലാത്ത ഒരു ഭരണാധികാരിയെ കിട്ടിയതിൻ്റെ അവസരമാണ് ശരിക്കും ഇറാൻ ഉപയോഗിക്കുന്നത്. അവർ വളരെ വ്യക്തമായിട്ട് ട്രംപിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ കൂടുതൽ നമുക്ക് പറയാൻ വയ്യ. അമേരിക്ക NVIDIA നിർമ്മിക്കുന്ന H200 എന്ന് പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ചിപ്പ്, അഡ്വാൻസ്ഡ് ടോപ്പ് മോസ്റ്റ് ചിപ്പ് അമേരിക്ക ചൈനയ്ക്ക് കൊടുക്കാൻ സമ്മതം അറിയിച്ചിട്ടുണ്ട്. അതിപ്പോൾ പല മാധ്യമങ്ങളും ഭയങ്കരമായിട്ട് അതിനെ, വെസ്റ്റേൺ മീഡിയ, ഇറ്റ് മീൻസ് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ വല്ലാത്ത രീതിയിൽ പൊലിപ്പിച്ചങ്ങ് എഴുതുന്നുണ്ട്. പക്ഷേ ഇത് ഏതാണ്ട് 3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ സൗത്ത് കൊറിയയിൽ വെച്ചിട്ട് ഷീ ജിങ് പിങ്ങിനെ കണ്ട് സംസാരിച്ചപ്പോൾ ട്രംപ് അന്ന് തന്നെ ഇതിന് ഓക്കെ പറഞ്ഞതാണ്. പക്ഷേ NVIDIA കൊടുക്കുന്ന ചിപ്പ് ചൈനയ്ക്ക് വേണ്ട എന്നുള്ള നിലപാടാണ് ചൈനയുടേത്. ഞങ്ങൾ ഇത് സ്വന്തമായിട്ട് നിർമ്മിച്ച് കഴിഞ്ഞു, ഇനി ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ചൈനയുടെ നിലപാട്. വീണ്ടും ചൈനയുടെ കയ്യിലേക്ക് ഇതിനെ ഈ ചിപ്പ് അങ്ങ് തിരികെ പിടിപ്പിക്കുകയാണ്. എങ്ങനെയെങ്കിലും വാങ്ങിക്കൂ എന്നുള്ള രീതിയിൽ. ഇതേ അമേരിക്ക തന്നെയാണ് NVIDIA ചിപ്പുകൾ ഞങ്ങളുടെ അടുത്ത് നിന്ന് ഇല്ലീഗലായിട്ട് പർച്ചേസ് ചെയ്ത് ഡീപ് സീക്ക് എന്ന് പറഞ്ഞുള്ളൊരു ആപ്പ് ചൈന നിർമ്മിച്ചെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് നിന്ന് കോപ്പി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ചൈനയെ വല്ലാത്ത രീതിയിൽ അപമാനിച്ചിരുന്ന അമേരിക്ക. അന്നും ഇതേ ട്രംപ് തന്നെയാണ് പ്രസിഡന്റ്, സ്ലീപ്പി ഫേസ് ജോ ബൈഡൻ അല്ല. അതേ ട്രംപ് ഇപ്പം ഈ ചിപ്പ് കയ്യിൽ തിരികെ പിടിപ്പിക്കുകയാണ് ഷീ ജിങ് പിങ്ങിൻ്റെ കയ്യിൽ. ഷീ ജിങ് പിങ് അതിനെ ചിപ്പാണോ നോക്കിയിട്ട് അപ്പോഴേ കളയാണ്. ചിപ്പാണ്, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് കളയാണ്. അതാണ് ഇപ്പം നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപിൻ്റെയൊക്കെ ഒരു ഗതികേട്. വിരുന്നുകാരെ സൽക്കരിക്കുന്ന കാര്യത്തിൽ ചൈന ഒട്ടും മോശം കാണിച്ചില്ല, നല്ല രീതിയിൽ സൽക്കരിച്ചിട്ടുണ്ട്. ട്രംപ് ഷാമ്പയിനൊക്കെ സിപ്പ് ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. എന്നിട്ട് ഈ ചൈന അമേരിക്കയിൽ നിന്ന് വന്ന ഡെലിഗേറ്റ്സിന് നിരവധി ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം തന്നെ ചുമന്ന കളറിലും ബ്ലാക്ക് കളറിലൊക്കെ പൊതിഞ്ഞ നിരവധിയായിട്ടുള്ള ഗിഫ്റ്റുകൾ. അതിൽ പലതും ഇലക്ട്രോണിക്കുമായിട്ട് ബന്ധപ്പെട്ട ഗിഫ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവർ എല്ലാ ഗിഫ്റ്റുകളെയും ഈ അമേരിക്കൻസ് ഉപേക്ഷിച്ചിട്ടാണ് പോയിരിക്കുന്നത്. എല്ലാം തന്നെ ചൈനയുടെ എയർപോർട്ടിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുകയാണ്. ഒരു കൊട്ട സാധനം അവിടെ കിടക്കുകയാണ്.
അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇവർ ഇതെല്ലാം കളഞ്ഞിട്ട് പോയത് ചൈനയുടെ എന്തെങ്കിലുമൊക്കെ സ്പൈ ചിപ്പുകളോ സ്പൈ ഐറ്റംസോ ഈ ഗിഫ്റ്റിൽ ഉണ്ടാവാം. ഇത് നമ്മൾ വൈറ്റ് ഹൗസിൽ കൊണ്ടുവച്ചാലോ അല്ലെങ്കിൽ അമേരിക്കയിൽ കൊണ്ടുവച്ചാലോ ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഹാംഫുൾ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള ചിന്തയിൽ നിന്നുമാണ് ചൈനയിൽ നിന്ന് കിട്ടിയ സാധനങ്ങളൊന്നും തന്നെ അവർ എയർഫോഴ്സ് വണ്ണിൽ കയറ്റി കൊണ്ടുപോകാത്തത്, അല്ലെങ്കിൽ അമേരിക്കയുടെ ഒഫീഷ്യൽ വിമാനങ്ങളിൽ ഇതിനെ കയറ്റി കൊണ്ടുപോകാത്തത് എന്നുള്ള എക്സ്പ്ലനേഷനാണ് പല സൈഡിൽ നിന്നും വരുന്നത്. ഇനി ഇതിനെന്തെങ്കിലുമൊക്കെ ഒരു പുകമറ വെച്ചുള്ള ഒരു മറുപടി കൊടുക്കുമായിരിക്കും വൈറ്റ് ഹൗസ്. അപ്പോൾ പിന്നെ ചൈന ഈ H200 എന്ന് പറഞ്ഞ NVIDIA ചിപ്പ് വാങ്ങിക്കാത്തതിനും ഇതേ റീസൺ അങ്ങ് ഫിക്സ് ചെയ്താൽ പോരെ. അമേരിക്കൻ ചിപ്പ് വാങ്ങിക്കുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, കാരണം നിങ്ങൾ ഞങ്ങളുടെ ഇന്റലിജൻസ് വിവരങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഗൂഢാലോചന മെനഞ്ഞുകൊണ്ടുള്ള ചിപ്പാണ് ഞങ്ങൾക്ക് തരുന്നത് എങ്കിലോ എന്ന് ചൈനയ്ക്കും തിരിച്ച് പറയാമല്ലോ. ഇതാണ് ചൈനയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം. ഇപ്പം തന്നെ അടി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ചൈന സ്ട്രേറ്റ് ഓഫ് ഹോർമൂസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട്. പക്ഷേ അവർ ഫോഴ്സ്ഫുള്ളി ഇറാനെ പ്രഷർ ചെയ്ത് ഒന്നും തന്നെ ചെയ്യില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദി UAE പര്യടനം പൂർത്തിയാക്കി ആ സെയിം ഡേ തന്നെ ഇന്നലെ തന്നെ നെതർലാൻഡിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. നെതർലാൻഡിൽ ഇറങ്ങി നെതർലാൻഡിൽ ഊഷ്മളമായിട്ടുള്ള സ്വീകരണം പ്രൈം മിനിസ്റ്റർ മോദിക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രത്യേക സംഭവം, അതായത് ഒരു ചെമ്പിൻ്റെ പട്ടയം, പഴയകാലത്തെ പട്ടയം, അതായത് രാജരാജ ചോഴൻ എന്ന് വിളിക്കുന്ന ആനൈമംഗലം എന്ന് പറഞ്ഞ് വിളിക്കുന്ന സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം പറയുന്ന രീതിയിലുള്ള ഒരു പട്ടയം, രാജരാജ ചോഴൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പട്ടയം, അത് ചെമ്പിൻ്റെ പട്ടയം. ആ പട്ടയം നെതർലാൻഡിലുണ്ടായിരുന്നു. അന്ന് ബ്രിട്ടീഷിൻ്റെ സമയത്തോ ഏതൊക്കെയോ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലേക്ക് വന്നിരുന്ന ആൾക്കാർ ഇത് എടുത്തുകൊണ്ട് പോയതായിട്ടും പിന്നീട് അതെങ്ങനെയോ കറങ്ങിത്തിരിഞ്ഞ് നെതർലാൻഡിൽ എത്തിയിട്ടുണ്ട്. അത് നെതർലാൻഡിൽ അവർ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ നടത്തി അതിൻ്റെ സോഴ്സും കാര്യങ്ങളൊക്കെ കണ്ടെത്തി ഇത് നെതർലാൻഡിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നെതർലാൻഡ് ഇന്ത്യയിലേക്ക് മടക്കി തരികയാണ്. ഇത് ശരിക്കും ചോഴ സാമ്രാജ്യത്തിൻ്റെ ഒരു ചരിത്രം വിളിച്ചു പറയുന്ന രീതിയിലുള്ള ഒരു സംഗതിയാണ്. ഒരു ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ആണ് ഇന്ത്യക്ക് കൈമാറപ്പെടുന്നത് നെതർലാൻഡിൽ നിന്നും. ഇതിലുപരിയായിട്ട് നെതർലാൻഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നെതർലാൻഡാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കുള്ളിൽ FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നെതർലാൻഡിൻ്റെ വാട്ടർ ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം തടയാനുള്ള മാർഗങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്താനുള്ള സഹകരണ എഗ്രിമെൻറ്റ് അതും കൂടി സൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ IT മേഖലയിൽ AI ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള എഗ്രിമെൻറ്റുകളും സൈൻ ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ സ്വീഡൻ സന്ദർശിക്കും. സ്വീഡൻ കഴിഞ്ഞാൽ നോർവേ സന്ദർശിക്കും. നോർവേ ഏതാണ്ട് 43 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേയിൽ ആദ്യമായിട്ട് ഇറങ്ങാണ്. അത് കഴിഞ്ഞാൽ ഇറ്റലിയിലേക്ക് പോകും. അമേരിക്ക പാകിസ്ഥാൻ്റെ അടുത്ത് ഇനി നിങ്ങൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ മീഡിയേഷൻ ചെയ്യണ്ട എന്ന് പറഞ്ഞതായിട്ടുള്ള വാർത്തയും വരുന്നുണ്ട്. ഇറാനാണെന്നുണ്ടെങ്കിൽ UAE വീണ്ടും വീണ്ടും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ച് യുദ്ധം നിർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്ന സമയത്ത് അതിനെ തടഞ്ഞത് UAE ആണ് എന്നുള്ള തരത്തിലുള്ള ആരോപണമാണ് ഇറാൻ ഉന്നയിക്കുന്നത്. ഇതിനെ തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇറാൻ UAEക്കെതിരെ ഉന്നയിക്കുന്നത് എന്നാണ് UAE പറഞ്ഞിരിക്കുന്നത്. ബഹ്റൈൻ്റെ ഉള്ളിൽ നിരന്തരം ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. IRGCയുമായിട്ട് ബന്ധമുള്ള 10 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദ ഗാർഡിയൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 45 ദിവസത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഹെസ്ബുള്ള ഇസ്രായേൽ യുദ്ധത്തിനിടയിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ട്. ആ ചർച്ച വിജയകരമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 45 ദിവസത്തേക്ക് ലെബനൻ്റെ ഉള്ളിൽ ഇസ്രായേൽ ഒരു ബ്രേക്ക് കൊടുക്കും എന്നാണ് ഗാർഡിയൻസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഗാർഡിയൻ ആയതുകൊണ്ട് തന്നെ എനിക്കിതിനകത്ത് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഈ വാർത്തയിൽ ഞാൻ വിശ്വസിക്കുന്നുമില്ല. പക്ഷേ ആദ്യമായിട്ട് ഈ ന്യൂസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഈ മാധ്യമമാണ്. എന്തായാലും അത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തതേ ഉള്ളൂ. ഈ വാർത്തയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇസ്രായേൽ ഇന്നും ലെബനൻ്റെ ഉള്ളിൽ തകർത്ത് വെച്ചിട്ടുള്ള അറ്റാക്ക് താറുമാറായിട്ട് അടിച്ച് ചിന്നാഭിന്നമാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഹെസ്ബുള്ളയ്ക്ക് മേളിലുള്ള ആക്രമണം വീണ്ടും സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 2640-ലധികം ഹെസ്ബുള്ള മെമ്പേഴ്സിനെ ഇസ്രായേൽ വധിച്ചിട്ടുണ്ട്. ഇന്നലെയും ഇന്നും തുടരെ അറ്റാക്ക് നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. പല മേഖലകൾ, സൗത്ത് ലെബനാൻ, ബിൻറ്റ് ജബീൽ, അതേപോലെ ടയർ, ഇതേപോലത്തെ പല റീജിയൻസ് കേന്ദ്രീകരിച്ച് അറ്റാക്ക് നടത്തുന്നുണ്ട്. ബെയ്റൂത്തൊക്കെ തകർത്ത് വെച്ച് അറ്റാക്ക് നടത്തുകയാണ്. ഗാസയിൽ വീണ്ടും അറ്റാക്ക്. ഹമാസിൻ്റെ ലീഡർ പൊസിഷനിലുള്ള ഒരു വ്യക്തി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അയാൾ ഗാസയ്ക്കുള്ളിൽ യുദ്ധം നയിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഗാസയ്ക്കുള്ളിൽ ഇസ്രായേലിനെതിരെയുള്ള യുദ്ധം നയിച്ചുകൊണ്ടിരുന്ന ആളാണ്. ആ ആളിനെയാണ് തട്ടിയിരിക്കുന്നത്. ശരിക്കും ഇവർ ഇന്റലിജൻസ് വിവരശേഖരണം നടത്താൻ വേണ്ടിയിട്ട് വലിയൊരു ടവറിൻ്റെ മേളിൽ ക്യാമറ വെച്ചിട്ട് ഇവർ IDF ഉദ്യോഗസ്ഥരെ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയും അവരുടെ ഡ്രോണുകളെ ടാർഗറ്റ് ചെയ്യുക, യെല്ലോ ലൈനിൽ അപ്പുറത്ത് നിൽക്കുന്ന IDF ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തുക, ഇത്തരത്തിലുള്ള പദ്ധതിയാണ് ഇവർ ഒരുക്കിയിരുന്നത്. അപ്പം ഇസ്രായേൽ കൃത്യമായിട്ട് ആ ടവർ ക്യാമറയിൽ തന്നെ ഒരു ബോംബ് ആദ്യമേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡ്രോൺ അറ്റാക്കാണ്. ഇതിലേറ്റവും പരിതാപകരമായിട്ടുള്ള ഒരു വിഷയം റഷ്യയെക്കുറിച്ചാണ് പറയാനുള്ളത്. കാരണം റഷ്യ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതായത് ഗ്യാസും ഓയിലും ഉക്രൈൻ അറ്റാക്ക് ചെയ്യില്ല. കാരണം യൂറോപ്പ് ഇപ്പോഴും റഷ്യയുടെ കയ്യിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ യൂറോപ്പിന് ബെനിഫിറ്റ് കിട്ടുന്ന ഗ്യാസ് പ്ലാന്റുകളൊന്നും അറ്റാക്ക് ചെയ്യപ്പെടില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ കോൺഫിഡൻസ് ഇന്ന് തകർന്നു കിട്ടി.
റഷ്യ ഏതാണ്ട് ഉക്രൈന് മേളിൽ 294 ഡ്രോണാണ് ഇന്നലെ പ്രയോഗിച്ചത്. അപ്പോൾ അതിൽ ഏതാണ്ട് 260ഓളം ഡ്രോണുകൾ ഉക്രൈൻ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 10-30 ഡ്രോണുകളാണ് പല സ്ഥലങ്ങളായിട്ട് പതിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ താരതമ്യേന 1400 വിട്ട ദിവസത്തിനേക്കാളും ഇമ്പാക്റ്റ് കുറവാണ് ഉക്രൈൻ്റെ ഉള്ളിൽ. പക്ഷേ അതേസമയം ഉക്രൈൻ തിരിച്ചടിച്ചെന്ന് പറഞ്ഞാൽ റഷ്യയുടെ ഗ്യാസ് ഹബ്ബ് എന്ന് പറഞ്ഞാൽ ഈ ഗ്യാസ് ലിങ്ക് ചെയ്ത് പല സ്ഥലത്തേക്ക് ഡൈവേർട്ട് ചെയ്തു പോകുന്ന പൈപ്പ് ലൈനുകളുടെ ഒരു ഹബ്ബുണ്ട്. ഇതേപോലെ റഷ്യക്കുള്ളിൽ വിവിധ സ്ഥലങ്ങളിൽ ഗ്യാസ് ഹബ്ബുകളുണ്ട്. ഈ ഗ്യാസ് ഹബ്ബുകളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആളി കത്തുകയാണ്, ഗ്യാസ് അല്ലേ, വൻ തീപിടുത്തം എന്ന് പറഞ്ഞാൽ മാസീവായിട്ട് കത്തി നശിക്കുകയാണ്. ശരിക്കും റഷ്യ അമ്പരന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരത്തിലുള്ള അറ്റാക്ക് റഷ്യ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇനി അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ളത് നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. അത്തരത്തിൽ റഷ്യ ഉക്രൈൻ ഒരു വൻ യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ്. ഇപ്പം റഷ്യ കട്ടക്കലിപ്പിലാണ്. ഇനി ഉക്രൈന് മേളിൽ ഏത് തരത്തിൽ തിരിച്ചടിക്കും എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഈ ഗ്യാസ് ഹബ്ബുകൾ അറ്റാക്ക് ചെയ്തത് റഷ്യക്ക് ശരിക്കും വൻ നഷ്ടമാണ്. റഷ്യക്ക് മാത്രമല്ല നഷ്ടം, യൂറോപ്പിന് നഷ്ടമാണ്. ചീപ്പർ പ്രൈസിന് യൂറോപ്പ് റഷ്യയുടെ ഗ്യാസ് വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ യുദ്ധം നടക്കുമ്പോഴും അവരിത് വാങ്ങിക്കുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് യൂറോപ്യൻസിനെയാണ്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത സ്റ്റെപ്പ്, ഇനിയിപ്പോൾ അടുത്ത റഷ്യ ഉക്രൈൻ വിഷയത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഇനി കണ്ടറിയണം. കോങ്കോയിൽ എബോള വൈറസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. കോങ്കോയിൽ പാകിസ്ഥാൻ്റെ ഇസ്ലാമിക് നാറ്റോ, ഈ പാകിസ്ഥാൻ്റെ ഇസ്ലാമിക് നാറ്റോ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പം സൗദി അറേബ്യയാണ് പാകിസ്ഥാനെ വെച്ച് കളിക്കുന്നത്. കാരണം സൗദി അറേബ്യയുടെ കയ്യിൽ പൈസയുണ്ട്. പട്ടിക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്നത് പോലെ സൗദി അറേബ്യ ഇങ്ങനെ ഇട്ട് കൊടുക്കും പണം. അത് വാങ്ങിച്ചിട്ട് കുരയ്ക്കുക എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ പരിപാടി. സൗദി അറേബ്യയാണ് പാകിസ്ഥാനെ അമേരിക്ക എടുത്ത് റെക്കമെൻഡ് ചെയ്ത് മീഡിയേഷന് വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്ത് കൊടുത്തത്. അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്ത് കൊടുത്ത പാകിസ്ഥാൻ്റെ അവസരം ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം അവർക്ക് സക്സസ്ഫുള്ളി ഈ മീഡിയേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ട്രാൻസ്പെറൻസി ഇല്ലായിരുന്നു. അവർ ഭാഗികമായിട്ട് അവരുടെ രാജ്യത്തിന് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, എണ്ണ കിട്ടാൻ വേണ്ടിയിട്ട് അവർ പലതരത്തിലും ഇറാനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം സൗദി അറേബ്യ അടുത്ത് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അമേരിക്ക. അപ്പോൾ അതുകൊണ്ട് ഇനി അവരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചൈനയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇനി യുദ്ധം അവസാനിപ്പിച്ചാൽ അവസാനിപ്പിക്കട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ അത് തുടരട്ടെ എന്നുള്ള തരത്തിലുള്ള നിലപാടെടുത്ത് അമേരിക്ക മാറി നിൽക്കുകയാണ്. പാകിസ്ഥാൻ്റെ അടുത്ത് ഇനി നിങ്ങൾ മീഡിയേഷൻ ചെയ്യേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് സൗദി അറേബ്യയുടെ അജണ്ട പാകിസ്ഥാനിലൂടെ നടപ്പിലാക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇസ്ലാമിക് നാറ്റോയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അടുത്ത ചർച്ച നടത്താമെന്ന് പറഞ്ഞിട്ട് സൗദി അറേബ്യയാണ് പാകിസ്ഥാൻ ഇപ്പോൾ കളത്തിൽ ഇറക്കിവിട്ടിരിക്കുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് അജണ്ടയിലുള്ള ഫ്രണ്ട് പേജിലുള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ, പാകിസ്ഥാൻ, ഖത്തർ, തുർക്കി, ഈ 4 രാജ്യങ്ങൾക്കുമാണ് ഇസ്ലാമിക് നാറ്റോ എന്ന് പറഞ്ഞ ആ താല്പര്യമുള്ളത്. ഇതിനകത്ത് ഈ ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. അതിൽ ഖത്തർ മാത്രമാണ് ഇപ്പം ജോയിൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള നിലപാടിൽ വ്യക്തമായ തീരുമാനം പുറത്ത് പറയാത്തത്. ഖത്തർ ഉണ്ടെന്നും പറയുന്നുണ്ട്, ഖത്തർ ഇല്ല എന്നും പറയുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഖത്തറിൻ്റെ നിലപാട്. കാരണം അവർ പലപ്പോഴും പല പ്രശ്നങ്ങളിലും മീഡിയേറ്ററാണ്. ഇപ്പോൾ ഈ മീഡിയേറ്റർ റോളിലിരുന്ന ഒരു രാജ്യം ഒരു ചേരിയിലേക്ക് പോയി ചേരുന്നത് പോലെയുള്ള ഒരു പരിപാടിയാണ് ഈ ഇസ്ലാമിക് നാറ്റോയിൽ പോയിട്ട് മെമ്പർ ആവുക എന്നുള്ളത്. പക്ഷേ അവരുടെ കഠിനമായിട്ടുള്ള ഈ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടല്ലോ, ഈ മതപരമായിട്ടുള്ള നിലപാട്, അത് കമ്പാരിറ്റീവ്ലി ഖത്തറിന് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ആ ഖാബീസ് ഫാമിലി, ഈ ഖത്തർ ഖാബീസ്, അവർ ശരിക്കും ഈ ഇസ്ലാമിക് നാറ്റോയോടൊപ്പം നിൽക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഖത്തറിൻ്റെ ഗവൺമെൻറ്, ഖത്തർ പ്രൈം മിനിസ്റ്റർ, ഖത്തറിൻ്റെ രാജകുടുംബം, ഇവർക്കൊക്കെ കുറച്ച് ലിബറലായിട്ട് തന്നെ നിലപാടെടുക്കണം എന്നാണ് താല്പര്യം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, തുർക്കിയും സൗദി അറേബ്യയും നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഖത്തറിനെ. ഇനി അതൊരു സൈഡിൽ നിൽക്കട്ടെ. മറ്റുള്ള 3 പേരുടെയും താല്പര്യം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയ്ക്ക് പണമുണ്ട് കയ്യിൽ, കാര്യങ്ങളൊക്കെ അവരുടെ ചൊൽപ്പടിക്ക് അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങണം. ആ നമ്പർ 1. പാകിസ്ഥാൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫോഴ്സ് ഉണ്ട്, പക്ഷേ പൈസ ഇല്ല. സൗദി അറേബ്യയുടെ കയ്യിൽ പൈസയുണ്ട്. സൗദി അറേബ്യ പൈസ എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഫോഴ്സ് ഇറങ്ങും, അവരുടെ കയ്യിലുള്ള എക്യുപ്മെൻറ്റും അവരിറക്കും. തുർക്കിയുടെ താല്പര്യം ആയുധ കച്ചവടം. വേണ്ടി വന്നാൽ സൗദിക്കും ആയുധം കൊടുക്കാം, പാകിസ്ഥാനും ആയുധം കൊടുക്കാം, പണം കിട്ടും. കാരണം ഈ ഇസ്ലാമിക് നാറ്റോ എന്നുള്ള പേരിൽ ആയുധം ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് സൗദി അറേബ്യ എന്തായാലും പേ ചെയ്യും എന്നുള്ളൊരു ഉറപ്പ്. അല്ലാതെ ഇവർക്ക് കൊമേഴ്ഷ്യൽ താല്പര്യങ്ങളില്ല. ഇവരുടെ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊരു എഞ്ചിനീയർഡ് ജിയോ പൊളിറ്റിക്കൽ മൂവ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ഒരു എഞ്ചിനീയർഡ് ജിയോ പൊളിറ്റിക്കൽ മൂവ്, അല്ലാതെ കമേഴ്ഷ്യൽ കൂട്ടായ്മയല്ല, വ്യാപാര ബന്ധം, അല്ലാതെ ട്രേഡ്, ഡേ ടു ഡേ ഓപ്പറേഷൻസ്, FMCG, ഇതേപോലത്തെ വിഷയങ്ങളല്ല ഇവരുടെ കാഴ്ചപ്പാട്. ഇവരുടെ കാഴ്ചപ്പാട് യുദ്ധമാണ്. ആയുധങ്ങൾ വിൽക്കുക എന്നുള്ളത് തുർക്കിയുടെ താല്പര്യമാണെങ്കിലും ഇവരുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് എഞ്ചിനീയർഡ് ജിയോ പൊളിറ്റിക്കൽ മൂവാണ്. അത് സ്വാധീനം ചെലുത്തുക. ഏതെങ്കിലും ഗ്ലോബൽ ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും അതിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്ത് ജിയോ പൊളിറ്റിക്കൽ മൂവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾക്കിടയിൽ. മറ്റൊരു ചേരി എന്ന് പറഞ്ഞാൽ I2U2. അതിൽ UAE, ബഹ്റൈൻ, ഇസ്രായേൽ, ഇന്ത്യ, അമേരിക്ക, ഇവരൊക്കെയാണ് ഈ ലൈനിലുള്ളത്. ഇത് കുറച്ച് ലിബറൽ കൂട്ടായ്മയാണ്. ഇത്തരത്തിലുള്ള തീവ്ര മതനിലപാടൊന്നും ഇതിനകത്തില്ല.
പക്ഷെ അതേസമയം വ്യാപാര ബന്ധങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യമുണ്ട്. എക്കോണമിയാണ് ഇവിടെ എംഫസൈസ് ചെയ്യുന്നത്, ട്രേഡ് അതാണ് ഇവിടുത്തെ പ്രധാന ലക്ഷ്യം. UAE-ക്കും സൗദി അറേബ്യയ്ക്കും യമനിൽ വെച്ച് തുടങ്ങിയ പ്രശ്നം അതിങ്ങനെ ഊതി വീർപ്പിച്ച് വലുതാക്കി ഇപ്പോൾ ഏതാണ്ട് 2 ചേരികളിലായിട്ട് മാറിയിരിക്കുകയാണ്. UAE കമ്പാരിറ്റീവ്ലി ലാൻഡ് വൈസ് സൗദി അറേബ്യയെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ രാജ്യമാണെങ്കിലും ഗ്ലോബലി വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് UAE-ക്കും സൗദിക്കുമുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ അത് വളരെ കോമൺ ആണ്. രണ്ടുപേരുടെയും പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ചാർട്ടേഡ് മേഖലകൾ സിമിലറാണ്. ടൂറിസം, ലോജിസ്റ്റിക്സ്, IT, അതുപോലെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. സൗദിയും UAE-യും സഞ്ചരിക്കുന്നത് ഇതേ സെയിം മേഖലകളിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത്. UAE-ക്ക് ഈ മേഖലകളിൽ അഡ്വാൻറ്റേജ് ഉണ്ട് സൗദിയെക്കാളും. കാരണം സൗദി ഇപ്പോഴാണ് റിഫോർമേഷൻസ് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ MBS വന്നതിന് ശേഷം. അതിന് മുമ്പ് വരെ സൗദി അടച്ചിട്ടിരിക്കുന്ന പള്ളികളാണ് സൗദിയിൽ എമ്പാടും. പള്ളി തുടങ്ങാനാണ് സൗദിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗദി അറേബ്യ പള്ളികളൊക്കെ പൂട്ടിയിട്ട് ഇപ്പോഴാണ് പുതുതായിട്ട് റിഫോർമേഷൻ കൊണ്ടുവരുന്നത്. മതം എന്ന് പറഞ്ഞ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് സൗദി അറേബ്യ ഇപ്പോഴാണ് ഇറങ്ങി വരുന്നത്. പക്ഷേ UAE മതത്തെ പണ്ടേ സൈഡ് ലൈനിലാക്കിയിട്ട് അവർ പുരോഗതിയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. അപ്പോൾ അതിൻ്റെ ഗുണം UAE-ക്ക് ഉണ്ട്. ആ കലിപ്പാണ് സൗദി അറേബ്യയ്ക്ക് UAE-യോട് ഇപ്പം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്തായാലും UAE ശക്തമായിട്ട് തന്നെ ചേർത്ത് നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് UAE അവരുടെ എക്കോണമിയിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഇടയിൽ പെട്ടതാരാണെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനാണ്. പാകിസ്ഥാനിന് UAE-യിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. വെറുതെ ഞങ്ങൾ വലിയ സംഭവമാണെന്ന് കാണിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യയോടൊപ്പം പോയി ഡിഫൻസ് ഡീൽ സൈൻ ചെയ്ത് UAE-യെ വെറുപ്പിക്കാനും UAE-ക്കെതിരെ നിലപാടെടുക്കാനും കാണിച്ച ആ ഒരു തൊലിക്കെട്ടി ഉണ്ടല്ലോ, ആ തൊലിക്കെട്ടിക്ക് കൃത്യമായിട്ടുള്ള പ്രതിഫലം ഇപ്പം UAE കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കടം കൊടുത്ത പൈസ അപ്പോൾ തന്നെ ചോദിച്ച് വാങ്ങിക്കാനുള്ള സാഹചര്യം. ഒരു ദിവസം പോലും ടൈം ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യില്ല. 6.5% പലിശ അടക്കം നിങ്ങൾ തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി പൈസ ഇപ്പം അടച്ചിട്ട് വീണ്ടും പകുതി പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് തെണ്ടിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. അതൊരു സൈഡിൽ. ഇനി 18 ലക്ഷം പാകിസ്ഥാനികളാണ് UAE-ക്കുള്ളിൽ മാത്രം പണിയെടുക്കുന്നത്. ഇനി ഇവരുടെ സാധ്യതകൾ, പാകിസ്ഥാനികളുടെ സാധ്യതകൾ UAE-യിൽ കുറയുകയാണ്. പാകിസ്ഥാനികളുടെ ജോലി സാധ്യത അത് വല്ലാത്ത രീതിയിൽ കുറയും സ്വാഭാവികമായിട്ട്. പാകിസ്ഥാൻ അവരുടെ കുഴി അവർ തന്നെ കുഴിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏതാണ്ട് 20,000 കോടിയാണ് ആനുവലി പാകിസ്ഥാനിലേക്കുള്ള റെമിറ്റൻസ് എവിടെ നിന്ന് UAE-യിൽ നിന്നും. പിന്നെ ഈ തൊഴിൽ നഷ്ടപ്പെടുന്നതോടുകൂടി ഈ റെമിറ്റൻസിലും നല്ല രീതിയിലുള്ള കുറവ് രേഖപ്പെടുത്തും. ഇതിൽ എന്ത് നേട്ടമുണ്ടാക്കി പാകിസ്ഥാൻ? ഓക്കെ, സൗദി അറേബ്യ കുറച്ച് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ ഫൈൻ, സൗദി അറേബ്യ UAE-ക്ക് അടയ്ക്കാനുള്ള പണം ഞങ്ങൾ കടമായിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു $5 ബില്യൺ ഓൾമോസ്റ്റ് ഇതിൽ 3/4 വാങ്ങിച്ച് ചിലവാക്കി കഴിഞ്ഞു. ഇനി $2 ബില്യൺ എങ്ങാണ്ട് കൊടുത്തിട്ടുണ്ട്. ആ പൈസ കൊണ്ടാണ് UAE-യുടെ കടം വീട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി വീണ്ടും ഒരു $10 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്തിൻ്റെ പേരിലാണെന്ന് പറഞ്ഞാൽ റെക്കോട്ടിക് എന്ന് പറഞ്ഞ് പാകിസ്ഥാനിൽ ഒരു ഗോൾഡ് മൈൻ ഉണ്ട്. ആ മൈനിങ് കാനഡയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പാകിസ്ഥാൻ ഗവൺമെൻറ്റിനും അതിനകത്ത് സ്റ്റേക്ക് ഉണ്ട്. 20-25% കണ്ടുണ്ടെന്ന് തോന്നുന്നു. ആ 25% സ്റ്റേക്കിൽ നിന്നും 10% ഷെയർ സൗദി അറേബ്യയ്ക്ക് കൊടുക്കണം പാകിസ്ഥാൻ. അല്ലാതെ വെറുതെ പൈസ തരത്തില്ല. അപ്പോൾ ഇതിനകത്ത് എന്ത് ഗുണമാണ്? ഇപ്പോൾ ഇതിനകത്ത് 25% ഷെയറാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ആ മൈനിങ്ങിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഗവൺമെൻറ്റിന് അതിൽ നിന്നും 10% ഷെയർ ഇപ്പോൾ നഷ്ടപ്പെടും. അതേ സൗദി പണം കൊടുക്കും, ഈ ഷെയർ എഴുതി വാങ്ങിക്കും. അപ്പോൾ ഇപ്പം ഗവൺമെൻറ്റിന് വന്നുകൊണ്ടിരിക്കുന്ന 25% വരുമാനത്തിൽ നിന്നും, അതായത് ഈ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ മൈനിങ്ങിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിൽ ഡിവിഡൻഡിൽ നിന്നും 10% സൗദി എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഇവിടെ ഓസിന് ആരും പൈസ കൊടുക്കില്ല. ഇത് പാകിസ്ഥാൻ മണ്ടന്മാർക്ക് തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഇല്ല. അവർക്ക് തൽക്കാലം സർക്കാരിലിരിക്കുന്ന ആൾക്കാർക്ക് പണം വേണം. അത് വാങ്ങിച്ചിട്ട് എങ്ങനെയെങ്കിലും പൊതുജനങ്ങളെ കൊള്ളയടിച്ച് ആ രാജ്യത്തിനെ മുച്ചൂട് മുടിപ്പിച്ച് ഭരണകാലാവധി തീർന്നു കഴിഞ്ഞാൽ സൗദി അറേബ്യയിലോ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് ഇവർ അവിടെ താമസിക്കും. നവാബ് ഷെരീഫ് എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ഷഹബാസ് ഷെരീഫിൻ്റെ ജ്യേഷ്ഠൻ എവിടെയാണുള്ളത്? UK-യിൽ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് പാകിസ്ഥാൻ്റെ യഥാർത്ഥ പിക്ചർ ഇങ്ങനെയാണ്. അതിങ്ങനെ തന്നെ തുടരും, ഗതി പിടിക്കത്തേയില്ല. കാരണം അവരുടെ കയ്യിലിരിപ്പ് ശരിയല്ല. അതായത് നമ്മളുടെ പെട്രോളിയം റിസർവ് കരുതൽ ശേഖരം 23% കുറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി UAE സന്ദർശിച്ച സമയത്ത് അവിടെ ഉണ്ടായ ചർച്ചയിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് പ്രത്യേക കരുതൽ ശേഖരം ക്രൂഡ് ഓയിൽ UAE സംരക്ഷിക്കും. അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ടാങ്ക് എല്ലാം ബിൽഡ് ചെയ്ത് അവർ നമുക്ക് വേണ്ടിയിട്ട് കരുതൽ ശേഖരം അവർ സംരക്ഷിക്കും. എമർജൻസി ഘട്ടങ്ങളിൽ നമുക്ക് UAE-യിൽ നിന്നും ആ ക്രൂഡ് ഓയിൽ എടുത്ത് ഉപയോഗിക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം ഇന്ത്യക്കുള്ളിൽ ഇപ്പം നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് UAE-യിൽ നിന്നും എണ്ണ വാങ്ങിച്ചുകൊണ്ട് സ്റ്റോർ ചെയ്യുന്നെങ്കിൽ ഇന്നത്തെ പ്രൈസ് അനുസരിച്ച് നമ്മൾ വാങ്ങിക്കേണ്ടി വരും. ഇന്നത്തെ പ്രൈസ് $120, $115 ആ റേഞ്ചിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഡിസ്കൗണ്ടിൽ കിട്ടിയാൽ പോലും $100 മേളിൽ നമ്മൾ പേ ചെയ്യേണ്ടി വരും പെർ ബാരലിന്. ആ സാഹചര്യത്തിലാണ് UAE ഈ ഒരു ഓഫർ ഇന്ത്യക്ക് തരുന്നത്. അതായത് 30 to 50 മില്യൺ ബാരൽ സൂക്ഷിക്കും. ഇത് ഇന്ത്യയുടെ കരുതൽ ശേഖരം 70% ആയിട്ട് ഉയർത്തും.
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഇതൊക്കെ മറ്റൊരു രാജ്യങ്ങളും ചെയ്തു തരാത്ത കാര്യങ്ങളാണ് UAE ഇന്ത്യക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അതേപോലെ LNG സപ്ലൈയിലും ഇത്തരത്തിലുള്ള ഒരു കൺസെഷൻ ഇന്ത്യക്ക് തരുന്നുണ്ട്. അതേപോലെ പ്രൈസ് ഫിക്സഡ് ആയിട്ട് മാറ്റാനുള്ള സാധ്യതകളെക്കുറിച്ചും UAEയും ഇന്ത്യയും ചർച്ച നടത്തിയിട്ടുണ്ട്. അതായത് പ്രൈസ് ഫ്ലക്ച്വേഷൻ. പിന്നെ ഇതിൻ്റെ അടുത്ത ഗുണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ UAEയുമായിട്ട് റുപ്പി ദർഹംസ് ട്രേഡ് നടത്തിയാൽ മതി, ഡോളർ ട്രേഡിലേക്ക് പോകണ്ട. ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ LNG ആയിക്കോട്ടെ, ഈ ക്രൂഡ് ഓയിൽ ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഇതിന് മുമ്പ് വർഷങ്ങളായിട്ട് നമ്മൾ സൗദി അറേബ്യയുടെ അടുത്ത് നിന്നാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ആ പർച്ചേസ് നമ്മൾ റഷ്യയിലേക്ക് മാറ്റിയപ്പോഴാണ് സൗദി അറേബ്യ ഇന്ത്യയുമായിട്ട് ഇച്ചിരി ഡിറ്റാച്ച് ആയത്. അവരുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ വ്യാപാര തലത്തിലുള്ള താല്പര്യമാണ്, അതാണ് അവരുടെ ഇൻട്രസ്റ്റ്. അല്ലാതെ ഇന്ത്യയുമായിട്ട് അവർക്ക് ഒരു രീതിയിലുള്ള കടപ്പാടുമില്ല. അതാണ് ഇത് വ്യക്തമാക്കുന്നത്. അതുപോലെ LNG നമ്മൾ ഖത്തറിൽ നിന്നാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഖത്തറിൻ്റെ ബിസിനസ്സും UAE അടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. സൗദി അറേബ്യയുടെ ബിസിനസ്സും UAE അടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. ഇനി മിഡിൽ ഈസ്റ്റിൽ നിന്നും നമ്മൾ എണ്ണ വാങ്ങിക്കുന്നെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി UAE ആണ്. UAEക്ക് ഇതൊരു ലോട്ടറിയാണ്, ഇന്ത്യക്കും ഇതൊരു അവസരമാണ്. ഇന്ത്യയും UAEയും തമ്മിൽ ഡിഫൻസ് ഡീൽ സൈൻ ചെയ്തു എന്നുള്ള തരത്തിൽ കൺഫേം ചെയ്യപ്പെടാത്ത വാർത്തകൾ വരുന്നുണ്ട്. അത് രഹസ്യമായിട്ടുള്ള ഡീലാണ്. കാരണം മിഡിൽ ഈസ്റ്റിലേക്കുള്ള ഇന്ത്യയുടെ കടന്നുവരവെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇതിന് മുമ്പ് തന്നെ പണ്ടേ ചെയ്തിട്ടുണ്ട്. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിഫൻസ് സപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ആ വിഷയത്തിലൊരു കൺഫർമേഷൻ ഒരു പബ്ലിക് ന്യൂസായിട്ട് വന്നിട്ടില്ല. ഈ മോദിയുടെ സന്ദർശനത്തിനെ തുടർന്ന് ഫോറിൻ മിനിസ്ട്രിയിൽ നിന്ന് ഇറക്കിയിരിക്കുന്ന പ്രസ്താവനയിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൺഫേം ആയിട്ടൊന്നും പറയുന്നില്ല. ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഇന്ത്യയുടെ എനർജി സെക്യൂർ ചെയ്യുന്ന രാജ്യം, 45 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ താമസിക്കുന്ന UAE, $22,000 ബില്യൺ റെമിറ്റൻസ് UAEയിൽ നിന്ന് മാത്രം ഇന്ത്യയിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ റിലേഷൻഷിപ്പിലുള്ള ഒരു രാജ്യത്തിന് ഡിഫൻസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിൽ തെറ്റില്ല. ഡിഫൻസ് സഹകരണം കൊടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇവിടെ ഒരു ക്ലിയർ കട്ടായിട്ട് 2 ചേരിയായിട്ട് മാറിക്കഴിഞ്ഞു. ഇനി മിഡിൽ ഈസ്റ്റിൽ ഈ ചേരികളെയൊക്കെ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് അസാധ്യമായ രീതിയിലാണ് 2ആയി വേർപിരിഞ്ഞിരിക്കുന്നത്. അത് വളരെ വ്യക്തമാണ്. ഇനി ഏത് അറബ് ലീഗ് മീറ്റിംഗ് വെച്ചാലും, ഇനി ഏത് ഒപെക് മീറ്റിംഗ് വെച്ചാലും ഇത് ഒരുമിച്ച് മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. അത്തരത്തിൽ ഒരു ക്ലിയർ കട്ട് ഡീവിയേഷൻ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ, UAE, ഇസ്രായേൽ ശക്തമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പായിട്ട് മുന്നോട്ട് വരികയാണ്. ഈ യുദ്ധം തീർന്നു കഴിഞ്ഞാൽ, സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ UAEയുടെയും ഇന്ത്യയുടെയും ഗോൾഡൻ എറ സ്റ്റാർട്ട് ആവുകയാണ്. നിങ്ങൾ ഓർത്ത് വെച്ചോളൂ, ഞാൻ വെറുതെ പറയുന്നില്ല, നിങ്ങൾ കുറിച്ച് വെച്ചോളൂ. ഈ യുദ്ധം അവസാനിക്കുന്ന ആ മൊമെന്റിൽ ഇന്ത്യ UAE ഫ്ലറിഷ് ആവും. ഈ പാർട്ട്ണർഷിപ്പ് ലോകക്രമത്തെ മാറ്റിമറിക്കാൻ പോകുന്ന രീതിയിലുള്ള പാർട്ട്ണർഷിപ്പായിട്ട് മാറാൻ പോവാണ്. അതിൽ യാതൊരു മാറ്റമില്ല. ഇന്ന് ഇന്ത്യക്കുള്ളിൽ ഓയിൽ ക്രൈസിസ്, ഗ്യാസ് ഷോർട്ടേജ്, വർക്ക് ഫ്രം ഹോം, അതുപോലത്തെ ക്രൈസിസ് മാനേജ്മെൻറ്റ് ചെയ്യാനുള്ള മാർഗനിർദ്ദേശങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ ഈ ഇറാൻ അമേരിക്ക സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് യുദ്ധം ഇങ്ങനെ തുടരില്ല. ഇത് അവസാനിക്കും. ഇത് അവസാനിക്കുന്ന ആ പോയിന്റിൽ ഇന്ത്യയുടെ ഗോൾഡൻ എറ സ്റ്റാർട്ടാവുകയാണ്. ഒപ്പം UAEയും ഉണ്ടാവും, ഇസ്രായേലും ഉണ്ടാവും. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.